ഇനി ഒന്നും ചെയ്യാനില്ലക്ക. അപ്പൊ ഓക്കെ, ശരിയായില്ലേ? എന്താ പറയാ, എനിക്ക് ഭയങ്കര പേടിണ്ടായിനി റീയൂസ്ഡ് കണ്ടന്റ് ഉണ്ടാവും എന്നുള്ളത്. ഞാൻ റീയൂസ്ഡ് കണ്ടന്റ് ഇട്ടതായിട്ട് എനിക്ക് വലിയൊരിതില്ല. ഒരു പിന്നെ ഷോർട്ട് മാത്രമേ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ ഇക്ക പറഞ്ഞേക്കുന്നത്, അത് ഞാൻ ഒഴിവാക്കും ചെയ്ത്. പിന്നെ ഉണ്ടായിരുന്നു എനിക്ക് വലിയൊരു അറിവുണ്ടായില്ല. ഇനി ഞാൻ അറിയാതെ എങ്ങാനും പിന്നെ ലോങ് വീഡിയോ ഒന്ന് എടുത്താണ്ട് ഇട്ടോന്ന്, അത് ഇക്ക പറഞ്ഞു തരുന്നതിന് മുൻപ് എങ്ങാനും ഇട്ടോന്നുള്ളത് ആയിരുന്നു. പക്ഷെ ഞാൻ അന്നും എൻ്റെ ഓർമ്മയിൽ ഞാൻ പിന്നെ ഷോർട്ടിനുള്ള വീഡിയോ വേറെ എടുക്കണതായിട്ടായിരുന്നു എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നത്. ഇനി ഞാനും അഥവാ ഏതെങ്കിലും തുള്ളി ചേർത്തുക്കണോന്നൊരു പേടിയുണ്ടായിരുന്നു. അപ്പൊ അതൊന്നും ഇല്ലല്ലേ. അപ്പോൾ എനിക്കറിയില്ല, എനിക്ക് ഞാൻ എങ്ങനെയൊക്കെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്ക് അറിയുന്നില്ല. കാരണം എനിക്ക് ആ ഒരു പേടിയിൽ ഞാൻ ഇങ്ങനെ നിന്നേനെ, ടെൻഷനിലേനി. ഇക്ക ഓരോന്ന് ശരിയാക്കുമ്പോഴും എനിക്ക് ഇങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നു, അത് ശരിയാവോ, റീയൂസ്ഡ് കണ്ടന്റ് ഉണ്ടാവോ, ഇങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നു. അപ്പൊ അതില്ലാതെ ഇപ്പൊ ശരിയായപ്പോൾ ഭയങ്കര സന്തോഷം. ഇങ്ങനെ വന്നറിയിക്കേണ്ടത് എനിക്ക് അറിയുന്നതല്ലേ കേട്ടോ. കാരണം നിങ്ങളൊരു സഹായം ഇല്ലെങ്കിൽ ഒരിക്കലും ഞാൻ ഇങ്ങോട്ട് എത്തൂല. കാരണം സഹായം കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ എത്തിയത്. പിന്നെ ഇല്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ എനിക്കത് കഴിയൂല. പിന്നെ ഇക്കാന്റെ വീഡിയോസുകൾ കണ്ടാണ് ഞാൻ ഇതിലേക്ക് ഇറങ്ങിയത് തന്നെ യൂട്യൂബിലേക്ക്. എങ്ങനെയാണ് പറയേണ്ടത്, എങ്ങനെയാണ് നന്ദി പറയേണ്ടത്, എങ്ങനെ ആരോടെ ഈ സന്തോഷങ്ങളൊക്കെ പറയാൻ എനിക്ക് അറിയുന്നില്ല. അത്രയും സന്തോഷത്തിലാണ് ഞാൻ. താങ്ക് യു. എത്ര പറഞ്ഞാലും എങ്ങനെ നന്ദി പറഞ്ഞാലും മതിയാവില്ല. എന്റെ മോൻ ഇവിടെ ഡാൻസ് കളിക്കാനൊക്കെ സത്യമായിട്ട് സന്തോഷം കൊണ്ട്. സത്യം പറയലക്ക, സത്യം പറഞ്ഞാൽ എനിക്ക് കരയണോ ചിരിക്കണോ എന്ന് പോലും അറിയുന്നില്ല. കാരണം എനിക്ക് കണ്ണുകൂടെ ആകെ വെള്ളം വരുന്നുണ്ട്, കാരണം സന്തോഷം കൊണ്ട്. ഏതായാലും ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട്. അപ്പൊ അതിനൊരു മോചനം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഇറങ്ങിയത്. അപ്പൊ അതിനൊരു സഹായം ആയാണ്ടാണ് ഇക്കാന്റെ വീഡിയോസ് കണ്ടാണ്ടാണ് ഇറങ്ങിയത്. അപ്പൊ അതിനൊരു സഹായം ആയാണ്ടാണ് ഇക്കാന്റെ വീഡിയോസ് ഇങ്ങനെ ആക്കിത്തരും സംഭവങ്ങളൊക്കെ ഇങ്ങനെ അറിഞ്ഞത്. അപ്പൊ എങ്ങനെയാണ് നന്ദി പറയേണ്ട അറിയില്ല. ഒരുപാട് നന്ദി ഉണ്ട്. ഞങ്ങളെ പഠിച്ചൊന്നും ഒരിക്കലും കൈവിടൂല. ഞങ്ങൾക്കുള്ള പാവങ്ങളല്ലാതെ പ്രാർത്ഥന ഉണ്ടാവും, ഇന്നും ഉണ്ടാവും. എന്റെ ജീവിതത്തിൽ എന്നും നിങ്ങളോടും നിങ്ങൾക്കും ആ കുടുംബത്തിനും വേണ്ടിയുള്ള പ്രാർത്ഥന എന്നും ഉണ്ടാവും. ഇന്ത്യന്റെ കുടുംബത്തിന്റെ ഒരുപാട് നന്ദിയുണ്ട്.